കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഇൻസ്റ്റന്റ് പ്ലം കേക്ക്, ഇൻസ്റ്റന്റ് റിച്ച് ഫ്രൂട്ട് ക്രിസ്മസ് കേക്ക് എന്നും നമുക്കിതിനെ പറയാം. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു റിച്ച് ഫ്രൂട്ട് പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആൽക്കഹോളാണ് യൂസ് ചെയ്തിരുന്നത്, റം എല്ലാം യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കേക്കായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ചിലവർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റമ്മിന് പകരം വൈൻ യൂസ് ചെയ്യാവുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പലവർക്കും റമ്മും ബ്രാൻഡിയൊന്നും ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ഒരു ആൽക്കഹോൾ ഒന്നും ഇല്ലാണ്ട് എന്നാൽ അതേ ടെക്സ്ചറും അതേ ആ ഒരു എന്താ പറയുക ആ ഒരു കളറൊക്കെ വരുന്ന രീതിയിൽ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. മിക്സിയുടെ ഒരു ചെറിയ ബ്ലെൻഡറിലോട്ട് 1/2 ടീസ്പൂൺ ബ്രൗൺ ഷുഗറും 2 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും കാര്യങ്ങളിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റിവെക്കുക. അതിനുശേഷം ഒരു അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് ഡ്രൈഡ് ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് ഡ്രൈഡ് ഫ്രൂട്ട്സിൽ ഞാൻ എന്തൊക്കെ എടുത്തതെന്ന് ഞാൻ പറയാം. ഇതിൽ ഞാൻ ബ്ലാക്ക് റേസിൻസ്, കറുത്ത റേസിൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്രാൻബെറീസ് കുറച്ച് എടുത്തിട്ടുള്ളൂ ക്രാൻബെറീസ്, പിന്നെ ഞാൻ കുറച്ച് പ്രൂൺസും എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ആൽക്കഹോളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയ പ്ലം കേക്ക് റെസിപ്പി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്രാൻബെറീസിൽ കുറച്ച് ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ പ്ലം കേക്കിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ചേർത്താൽ മതിയാവും. പിന്നെ ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്ന പ്രൂൺസ് ആണെങ്കിൽ കുറച്ച് വലിയ പ്രൂൺസ് ആണ്, അതുകൊണ്ട് ഞാൻ 2-3 പീസാക്കി ചോപ്പ് ചെയ്താണ് ഞാൻ ചേർക്കുന്നത്. ഇതിലോട്ട് നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. കാൻഡീഡ് ഓറഞ്ച്, കാൻഡീഡ് ലെമൺ പീൽസ് ചേർക്കാം, ഡേറ്റ്സ് ചേർക്കാം, ഫിഗ്സ് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈഡ് ഫ്രൂട്ട്സ് ചേർക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴുകിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് തന്നെ ഞാൻ 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പ്ലസ് 1 ടീസ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഈ അൺസോൾട്ടഡ് ബട്ടറും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു ഇതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് ഉണ്ടല്ലോ, ആ സ്പൈസ് പൗഡറും കൂടെ ചേർക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക, അടി പിടിക്കാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറിന് നല്ലൊരു ഡിഫറൻസ് ആയിരിക്കും, ഭയങ്കര സോഫ്റ്റ് കേക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ആഴ്ചകളോളം സോക്ക് ചെയ്യുന്ന അതേ ഇഫക്റ്റ് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോൾ ആ സ്പൈസസും ഫ്ലേവറൊക്കെ ഇറങ്ങി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുക. അപ്പോൾ അതിനുശേഷം ഇതേപോലെ ഏകദേശം ഒരു ജാം പരുവം ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതേപോലെ ഇരിക്കും. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് തണുക്കാനാക്കി വെക്കാം. അപ്പോൾ അത് ഏകദേശം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലോട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ്ഡ് ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നല്ല ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിരിക്കുന്ന ഓറഞ്ചാണ്. അപ്പോൾ ഓർഗാനിക് ഓറഞ്ച് ആണെങ്കിൽ അത്രയും നല്ലതാണ്, കാരണം ഞാൻ ഇതിൻ്റെ ഓറഞ്ച് പോർഷനാണ് ഇതേ കൂടെ ഗ്രേറ്ററിൽ കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ ഇതിനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ തൊലി ഓറഞ്ച് കളർ തൊലി വരും. ഇതിൽ ആ വെള്ള ഭാഗം പെടാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം വെള്ള ഭാഗത്ത് കയ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി, അതായത് ഓറഞ്ച് ജസ്റ്റ്, അതും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോഴേക്കും ഈ മിക്സ്ചർ നന്നായിട്ട് തണുത്തിട്ടുണ്ടാകും. അപ്പോൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. ഓക്കെ, ഒരു മുട്ടയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ മൈദയുടെ കൂട്ട് ചേർക്കാം. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അരിപ്പയിൽ നമുക്ക് 1/4 കപ്പ് മൈദയും ആ മൈദയുടെ കൂടെ 1/4 കപ്പ് മൈദയുടെ കൂടെ 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചെടുത്ത കൂട്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇത് ചേർത്ത് വീണ്ടും നമുക്കൊരു വുഡൻ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം.
ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിയുമ്പം നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാക്സിമം ഞാൻ ഡാർക്ക് ഡ്രൈഡ് ഫ്രൂട്ട്സാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റീസൺസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കേക്കിന് നല്ലൊരു ഡീപ്പ് ഡാർക്ക് കളർ ഉണ്ടാവും. ഞാനിതിൽ ക്യാരമൽ പോലും പ്രിപ്പയർ ചെയ്യുന്നില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു കേക്ക് ടീനിൽ നന്നായിട്ട് പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് ഞാൻ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ചെറിയൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ കേക്ക് വേണമെങ്കിൽ ഇതൊരു ഡബിൾ സൈസായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഈ ട്രേ ഒന്ന് തട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് 180 ഡിഗ്രീസിൽ പ്രീഹീറ്റ് ചെയ്ത് പോകണം. അതായത് 10 മിനിറ്റെങ്കിലും ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ 180 ഡിഗ്രീസിൽ പ്രീഹീറ്റ് ചെയ്ത് നമുക്കിത് ബേക്ക് ചെയ്യാനൊക്കെ വെക്കാം. അപ്പോൾ ഒരു 20 to 25 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നോക്കുക കേക്ക് ബേക്ക് ആയെന്ന്. ചിലപ്പോൾ ഓരോരുത്തരുടെ ഓവൻ ടെമ്പറേച്ചർ അനുസരിച്ച് ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സമയം വേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചുകൂടെ കുറവ് സമയം വേണ്ടി വരും. എന്തായാലും ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. അപ്പോൾ അത് പുറത്ത് നല്ല ക്ലീൻ ആയിട്ടാണ് വരണമെങ്കിൽ ദാറ്റ് മീൻസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് പുറത്ത് വെച്ച് നമുക്ക് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. റമ്മൊന്നും ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഈ ഒരു കേക്കിന് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് നിങ്ങൾക്ക് ആഴ്ചകൾ മുമ്പേ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വെക്കുകയാണെങ്കിൽ തന്നെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. കാരണം പുറത്ത് വെച്ചാൽ ചിലപ്പോൾ അത് കേടുവരും. നമ്മൾ റമ്മൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തലേ ദിവസം, ക്രിസ്മസിൻ്റെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് നെക്സ്റ്റ് ഡേ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. തലേ ദിവസം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കുക, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് ഇതിന് ഒരു ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ മോയ്സ്റ്റ് ആവുകയും കുറച്ചും കൂടെ നന്നാവുകയും ചെയ്യും. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇത് തണുപ്പിച്ച് വെച്ചിട്ട് കഴിക്കുന്നത് കുറച്ചും കൂടെ ടേസ്റ്റാണ്. അതായത് തലേദിവസം ഉണ്ടാക്കി ഒരു 1 ഫുൾ ഡേ പുറത്ത് വെച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ആൽക്കഹോൾ ചേർത്തുണ്ടാക്കുന്ന കേക്കിൻ്റെ ടേസ്റ്റ് അതൊരു വേറൊരു ടേസ്റ്റാണ്, ഇതിനും വേറൊരു ടേസ്റ്റാണ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ആ പ്ലം കേക്കിൻ്റെ ട്രഡീഷണൽ ടേസ്റ്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.